വെൽക്കം ടു സിമ്പിൾ പാചകം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയ, അണ്ട ബജിയ എന്ന് പറയും, എഗ് ബജിയ എന്നും പറയും. നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ, സാധാരണ മുട്ട ബജിയ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ചട്നി അതിനകത്ത് വെച്ച് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു പിടി മല്ലിയില ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. എൻ്റെ ഒരു കൈപ്പിടിക്ക് തേങ്ങ തിരുമിയത്, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അല്പം പുളിവെള്ളം. ഇതിന് പുളിവെള്ളത്തിന് പകരമായിട്ട് ഒരു നാരങ്ങയുടെ നീരെടുത്തു നമുക്ക് സമ്മന്തി അരയ്ക്കാം. പക്ഷേ വെള്ളമൊന്നും അതിനകത്ത് ഒഴിക്കരുത്. നമുക്ക് ഈ സമ്മന്തി അരച്ചുകൊണ്ട് വരാം. ചമ്മന്തി അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചുകൊണ്ട് വന്നാണ്. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ആ പുളിവെള്ളം മാത്രമാണ്. നിങ്ങൾക്ക് പുളിവെള്ളത്തിന് പകരം ആദ്യം പറഞ്ഞ് നാരങ്ങാനീര് ഒഴിക്കാമെന്ന്. വെള്ളം ഒട്ടും ചേർക്കരുത്. ഈ സമ്മന്തി അല്ലെങ്കിൽ തേങ്ങാ സമ്മന്തി ചേർത്താലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ മുട്ടയ്ക്കൊരു കോട്ടിങ്ങിന് വേണ്ടി ഈ 1 കപ്പ് കടലമാവ്, 1 കപ്പ് കടലമാവ് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് കുഴയ്ക്കുക നോക്കാം. ഞാൻ ഒരു ചെറിയ സവോള കൊത്തിയരിഞ്ഞ് 5-6 കരിയാപ്പില ഇല മുറിച്ചും ഇതിനകത്തിടുകയാണ്. ഇത് വേണമെന്നില്ല, വെറും പ്ലെയിനായിട്ട് വേണേലും ഉണ്ടാക്കാൻ ഞാൻ ഇടുന്നതേ ഉള്ളൂ. കാൽ ടീസ്പൂൺ മുളക് പൊടി, ഇത് നിറത്തിലാണ്. കായപ്പൊടി, കടലമാവ് ചേർക്കുന്ന ഇത് സാധനം ഇപ്പം കായപ്പൊടി ഇടണം. അല്പം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. വെള്ളം ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചാൽ മതി. ചില ഒത്തിരി വെള്ളമായി പോകുകയും ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നല്ലൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. ചിലവരിനകത്ത് ബേക്കിംഗ് പൗഡർ ഇടും. ഞാൻ അതൊന്നും ഇടുന്നില്ല. നമ്മുടെ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനത്തിന്. ഇത് പ്ലെയിനായിട്ട് ഉണ്ടാക്കാൻ, ചട്നി വേക്കാതെ കടലമാവിൽ മുക്കി ഉണ്ടാക്കാവുന്നതാണ്. ഞാനൊരു എല്ലാവരും ചുമ്മാ തന്നെ ഒരു മുട്ട തന്നെയല്ലേ കടലമാവിൽ മുക്ക, ഞാനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ കണ്ട് ഞാനിട്ട ഓരോ ഐറ്റമും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഇനിയും തുടർന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാനിടുന്ന പാചകങ്ങളൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. നമുക്കങ്ങനെ ഓരോന്നും ഉണ്ടാക്കി നോക്കാം.
നേരം ഗോൾഡൻ ബ്രൗൺ നിറമായി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാക്കി നമുക്കതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ പാചകത്തിലെ മുട്ട ബജിയ റെഡി ആയിരിക്കുന്നു. അത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എരിവും പുളിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചട്നി വെക്കാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കടലമാവിൽ ഉള്ളി ഒന്നും വേണ്ട ആവശ്യമില്ല. എങ്ങനെയുള്ള എനിക്കിത് ഉണ്ടാക്കി കഴിക്കാം. ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.